ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രീം കേക്കാണ്. അത് ഉണ്ടാക്കുന്ന ഞാനല്ല, അത് അതിൻ്റെ ഒരു ABCD എനിക്ക് അറിയത്തില്ല. അത് ഉണ്ടാക്കുന്ന എൻ്റെ പെങ്ങളെ മോളാണ് അച്ചു. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ പ്രാവശ്യം അവളാണ് കേക്ക് ഉണ്ടാക്കിയത്. അടിപൊളി കേക്കായിരുന്നു. അപ്പം ക്രിസ്മസ് ഒക്കെ ആയപ്പം നിങ്ങളെല്ലാവരും അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് ഞാൻ അവളെ പ്രത്യേകം ക്ഷണിച്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പം അവൾ ഉണ്ടാക്കുന്ന ഈ കേക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മൈദ ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം. ഇനി ആ ഗ്യാപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊടിച്ച് കൊടുക്കാം. ഇത് ബീറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലം കേക്കും ക്യാരറ്റ് കേക്കും ഒക്കെ ഉണ്ടാക്കി. അതെല്ലാം ഇവള് പറഞ്ഞു തന്ന റെസിപ്പിയും ഇവള് പറഞ്ഞ ഐറ്റംസ് ഒക്കെ വെച്ച് ഉണ്ടാക്കി കേട്ടോ. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ള കളർ ആവുന്നതോടെ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് ബീറ്ററിന്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ പാല് തിക്കാവുന്ന അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞെടുക്കാം. പാത്രത്തിലേക്ക് ഇതൊരു 30 to 35 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം. അതിനുശേഷം അത് ബേക്ക് ആയിട്ടുണ്ട് എടുക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പോലെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടാണ്. നമുക്ക് ഓഫ് ചെയ്യാം. ഈ ചിന്നി ഇവിടുന്ന് ഈ ചൂടിനകത്ത് നിന്ന് മാറ്റി വെക്കാം. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് എടുത്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കേക്കിൽ ഒഴിക്കാനുള്ള സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് എടുത്ത് കുറച്ച് പാലെടുത്താൽ മതി. അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്. സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ലെയർ ചെയ്തെടുക്കാം. മൂന്ന് ലെയറായിട്ട് മുറിച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റത്തെ ലെയർ. ഈ കേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് വെക്കും. മുകളിലത്തെ ലെയർ ഏറ്റവും അടിയിൽ വെക്കുക. നമുക്ക് തിറക്കി വെച്ച് സിറപ്പ് വെച്ച് വെക്കാം. ക്രീം അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് അടുത്ത ലെയർ വെച്ച് ഫൈനൽ കേക്ക് വെച്ചു. കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10-15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ച കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ലാസ്റ്റ് കോട്ടിങ് ചെയ്തെടുക്കാം. ഡിസൈൻ ചെയ്യാൻ വേണ്ടി കളർ മിക്സ് ചെയ്തെടുക്കാം. കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ക്രീമിലേക്ക് വെച്ചു. ബാക്കിയുള്ള ക്രീമിലേക്ക് പച്ച കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ച് ചെറുതായുള്ള ഡെക്കറേഷൻ ഒക്കെ ചെയ്തു. കാലോട് വരയ്ക്കും.
നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ആക്കാം. അച്ചുണ്ടാക്കി കേക്കെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ചേട്ടൻ്റെ മോളാണ്. അപ്പം നമുക്ക് ഇത് മുറിച്ച് നമുക്ക് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചു അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഞങ്ങളെ ഹാപ്പി ക്രിസ്മസ്.